ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് തുടർന്നുള്ള ചികിത്സയ്ക്ക് സാമ്പത്തികമായിട്ട് ക്ലേശം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുവചനം. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഹാലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദന കടന്നു വരുമ്പോൾ, എന്തെങ്കിലും ഒരു നിരാശ കടന്നു വരുമ്പോൾ വചനം പറയുകയാണ്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി. കർത്താവ് തൻ്റെ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി, പൈശാശക്തിയിൽ വിട്ടുപോയി. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാണ് എല്ലാത്തിൻ്റെയും കൃപ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുടെ മേൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ടോക്ക് കാണുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.